ഞാൻ ഫോട്ടോ എടുക്കാം. ഓഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് സ്റ്റോറി വെക്കാൻ നിൽക്കുന്ന എരപ്പേനൊക്കെ എന്നാ ചെയ്യുന്നു. നോക്ക്, കൊതുകന്റെ ഫോണിന് ചുറ്റുമാണ് നടക്കുന്നത്. പ്രേതം മാള് പേടിച്ചോടുന്നു ഗൈസ്. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ, പുതിയതല്ല, നമ്മുടെ പഴയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 1-2 ആഴ്ചയായി. പക്ഷേ എങ്കിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ തീരെ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു ഇൻട്രോയും കൂടെ കൊടുക്കുവാണെങ്കിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ അതിന് കൂടുതലുള്ള ടൈമില്ല. രാവിലെ പോകും, വൈകുന്നേരം വരും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ടൈം അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പാർട്ട് 1 ഇട്ടായിരുന്നു, 2ഉം 3ഉം ഇടാനുണ്ട്. അപ്പം 2ൻ്റെ ഇൻട്രോയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണെന്ന് ചോദിച്ചാൽ പാർട്ട് 2-ൽ മാളുവിൻ്റെ കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ കാണാം. പാർട്ട് 1-നേക്കാളും രസകരമാണ് പാർട്ട് 2ഉം 3ഉം. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ആ പള്ളിയിൽ പോയതും പള്ളിയിൽ സിംതേരി പോയതും അങ്ങനെയായ കുറേ കാര്യങ്ങളും മാളുവിൻ്റെ കുറേ കോമഡികളും അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനൊന്നിലും വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. ഞങ്ങൾ എന്താണോ ഞങ്ങൾ സംസാരിക്കുന്നത് ആ കാര്യങ്ങൾ മുഴുവനാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഒന്നും ഞാൻ കുറച്ചിട്ടുമില്ല, കൂട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളെങ്ങനെയാണോ അതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് എൻ്റെ തറവാട്ടിൽ നിന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തറവാട്ടിലാണ് പോകാറ്. ഇപ്പം തറവാട്ടിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും എന്താ പറയുക, ഒരു ഫോറസ്റ്റ് പോലെയുള്ള കാടും അതുപോലെയൊക്കെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാ. എന്നിട്ട് പാർട്ട് 2 കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് 3 പറ്റുമെങ്കിൽ നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാട്ടോ. വീഡിയോ കട്ടായിരിക്കുന്നു. ഇനി അടുത്ത നമ്മൾ വീഡിയോ വീണ്ടും ഓപ്പൺ ആയിരിക്കുന്നു. എടി പിടിക്കടി, ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല. ഈ കുടേൻ്റെ അറ്റം പിടിച്ചാൽ മതി, ഞാൻ കയറിക്കോളും. വലിച്ചോ. ഇതെന്തിനുള്ള ചിരി എതുക്ക് മാളൂ. ഈ ചിരി കരയാനുള്ള ചിരിയാ. എടി അങ്ങോട്ടല്ലടി, മുകളിലേക്ക് ഇതാക്കടി. അപ്പം പെട്ടെന്ന് ഒടിഞ്ഞു കിട്ടും. അങ്ങനെ ഒടിക്കേ. ഈ വീഡിയോ ആരുടെ ഫോൺ സ്റ്റാറ്റസ് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എടുത്ത് കയറി നോക്കും. ചിഞ്ചുവാ. ഞാൻ എന്തായാലും ഇന്ന് ഞാനിത് ഇട്ടിട്ടുണ്ട് മാളു. എന്നതാണോ മമ്മീൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. തോം തോം തോം. ഇതും കൊണ്ട് നീ അങ്ങോട്ടാ. ഇനി വേറെ എവിടെയാണ് മോളെ ഉള്ളത്? കഴിഞ്ഞില്ലേ? ഇതിൻ്റെ മുകളിലേക്ക് കല്ലറയാണ് ഗൈസ്. കല്ലറ ഏതൊക്കെ എന്നാ ബാ പോയിട്ട് വരാം കല്ലറ വരെ. എന്നാ ബാബാ നമുക്ക് കല്ലറയും കൂടെ കണ്ടിട്ട് വരാം ഗൈസ്. ഏതൊക്കെ ഇതിൻ്റെ അടി കല്ലറയുള്ള 3 എണ്ണത്തിൻ്റെ കണ്ടില്ലേ? 3 എണ്ണത്തിൻ്റെ കല്ലറ ഇല്ലേ? 3 പള്ളീൻ്റെ എങ്ങാണ്ട് അടക്കിയിട്ടില്ലേ? ഇതൊന്നും നമ്മുടെ എസ്റ്റേറ്റ് ഇതൊന്നും അല്ലേ, ഇത് വേറെ ആരുടെയാ. ഇതിൻ്റെ എങ്ങാണ്ട് അടി വഴി വന്നു കുത്തി. അവൾ ഓടി കയറുകയാണ്. ഏതൊക്കെയോ വഴി. പട്ടിയാണെ പുറകെ വരികയാണ്. എന്നാ ഇത് പിടിച്ചോക്കോടാ. സത്യം പറഞ്ഞ ഇവിടെ ഒന്നും ഒരു ആൾ താമസവും ഇല്ല. അതാണ് പേടി. കേക്കൂല സത്യം. ഇവിടെ നിന്ന് ഇപ്പം കാറിയ ഞാനും കേൾക്കും, ഞാൻ കാറിയ അവളും കേൾക്കും, അവള് കാറിയ ഞാനും കേൾക്കും. കൈ പിടിക്കും മോളെ. അല്ല നേരെ ഇതിലുള്ള വഴിയൊക്കെ എന്തിയാ മാളു? വഴിയൊക്കെ കഴിഞ്ഞോ? ഇതിലല്ല എന്തായാലും വഴി, അതെനിക്കറിയാം.
നമ്മൾ വരുമ്പോൾ അതിലേ ആയിരുന്നു വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വഴിയൊക്കെ മാറി. ഇനി ഈ കയറ്റം കയറണമെങ്കിൽ ഒരു വഴി വേണ്ടേ? കുറച്ച് കഴിയുമ്പോൾ ആൻറ്റി ഫോണിൽ വിളി കിടന്നു, നിങ്ങളിവിടെ കിടക്കുക പിള്ളേരെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചു. തിരിച്ചു വരേണ്ട വഴി നമ്മുടെ ഫോണിൽ നമ്മളെടുത്ത വീഡിയോയിലുണ്ടാവും. തീർന്നോ? അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞത് അത് വഴിയാണ്, ഇങ്ങോട്ട് പാടി നീ. മാളു മാറും. അതിലല്ലടി വന്ന വഴിയാടി പോന്നേ, നമ്മൾ വഴി തെറ്റിപ്പോയതാ. നീ ഇതിൽ വരാറേ ഇല്ലായിരുന്നു? ഞാനേ പണ്ടൊക്കെ പഠിക്കുന്ന ടൈമിലേ ഒന്നാമത്തെ സിംതേരി പേടി എനിക്കിപ്പോഴാട്ടോ. സിംതേരിയിലെ പേടി കുറവ് ഈ വഴിയാ. സിംതേരി പേടി കുറവ് ഇപ്പോഴാണ് എനിക്ക്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ സിംതേരിയൊക്കെ പേടിയാട്ടോ. നമ്മുടെ മമ്മി ഉള്ള സിംതേരി എനിക്ക് പേടിയില്ല. എപ്പോൾ വേണേലും വരാൻ എനിക്ക് ധൈര്യം കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നറിയോ നിനക്ക്? ഒരു വടി എടുക്കും. എന്നതാടി? ഇങ്ങോട്ട് കൈ പിടിക്കും. ഇത് ഞാൻ വരണ്ടേ? അതല്ലടി സിംതേരി. ഏത്? അത് സിമിത്തേരിയാണോ ഇത്? സിമിത്തേരി മാറ്റിയോ? അല്ലടി ഇത് സിമിത്തേരിയോ? ഇതേതോ വിശിഷ്ട വ്യക്തികളുടെ സിമിത്തേരിയാന്ന് തോന്നുന്നു. എന്നാൽ ഇതെന്താ വഴികളും കാര്യങ്ങളൊക്കെ മാറി. നമുക്ക് മാർത്തോമാപ്പള്ളി കാണിച്ചു കൊടുക്കാം, നടക്ക്. ഇത് എന്നെ സിമിത്തേരിയാന്ന് കണ്ടാൽ പറയില്ല. ഇതെന്തോ വീടിൻ്റെ ഇത് തറക്കല്ല ഇട്ടിട്ടുണ്ട്. ഇല്ലടി അവിടെയും കണ്ടൊരു സിമിത്തേരി ഉണ്ടടി, കാണിച്ചു തരാം, നടക്ക്. അല്ലടി അങ്ങനെ കാണുക. എന്നിട്ടില്ലേ അല്ലടി ഈ വഴി കൂടിയൊന്നും അല്ല, ഇതൊക്കെ ഇപ്പോൾ ഉള്ള വഴി. എന്നിട്ടില്ലേടി മാളു, ഞാൻ പാപ്പന് ഇവിടെ ഇഞ്ചിയൊക്കെ നടുവില്ലായിരുന്നോ ബിജു പാപ്പൻ? അപ്പം ഇഞ്ചിയൊക്കെ നട്ട് ചിലപ്പം ഒറ്റയ്ക്കൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വരും. എന്നിട്ട് ഞാനെന്ത് ചെയ്യുമെന്നറിയോ? ഞാനെന്ത് ചെയ്യുമെന്നറിയോ നിനക്ക്? ഒരു വടിയെടുത്ത് രണ്ടാക്കി പീസാക്കും, ഒരെണ്ണം വലുത് ഒരെണ്ണം ചെയ്തു. എന്നിട്ട് കുരിശാക്കിയിട്ട് സിമിത്തേരീൻ്റെ മുന്നിൽ നിന്ന് കുരിശും കാണിച്ചു വരും പേടിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും നീ ഉള്ളതുകൊണ്ട് ധൈര്യം. ഇവിടെ ആയിരുന്നൊരു സിമിത്തേരി, ഇങ്ങനെ ഒരു വഴിയൊന്നും ഇപ്പം ഇല്ല, അന്നേരം ഇല്ലായിരുന്നു. പുറകെ ഉണ്ടല്ലോ അല്ലേ? ചെറിയൊരു ഭയം. ഇല്ല ഈ എനിക്ക് തോന്നുന്ന മാർത്തോമക്കാർക്കേ ഇല്ല. കുഞ്ഞമ്മ അവിടെ ഇല്ലല്ലോ. മാർത്തോമക്കാർ ഇല്ലെന്നോ, എവിടെയോ പോയിന്ന് ആൻറ്റി പറഞ്ഞല്ലേ? ഇതാ ഞാൻ പറഞ്ഞ സിമിത്തേരി. ഇതേതോ മൂന്ന് ഏതോ ഇതിൻ്റെയൊക്കെ സിമിത്തേരി ഇതാ വരുന്നത്. അപ്പം അവിടെ ഏതാ എനിക്ക് തോന്നുന്നു വിശിഷ്ട അതിഥികളുടെ ആയിരിക്കും, അച്ഛന്മാരുടെ സിമിത്തേരി ആയിരിക്കും അത്. ഇത് മനുഷ്യന്മാരുടെ. എടി അത് അച്ഛന്മാരുടെ, ഇത് മനുഷ്യന്മാരുടെ സിമിത്തേരി ആയിരിക്കും. കുരിശ് അവിടെ ഉണ്ട്, കുരിശ് കാണുന്നുണ്ടോ ഗൈസ്? ഇതാണ് കുരിശ്, ഇത് സിമിത്തേരി. പക്ഷെ ഇത് ആരാ എന്താ ഏതാണെന്നൊന്നും നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. ഇനി ഞങ്ങൾ പള്ളിയിലും കൂടെ പോട്ടെ. എടി ഇവിടുത്തെ പള്ളിയിൽ ഏതൊക്കെയോ ദിവസങ്ങളിലൊക്കെ എങ്ങാണ്ടാ കുർബാന വരുന്നത്. എല്ലാ ഞായറാഴ്ച വരില്ല. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും മാർത്തോമക്കാരുണ്ടെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് കുർബാന ഉള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്കറിയില്ല. ഇതാണ് കേട്ടോ മാർത്തോമ പള്ളി. ഇത് ബാക്കാ, ഫ്രണ്ട് ചെല്ലിന്ന് കയറുന്നു. ആരേലും ഉണ്ടാവും, അച്ഛൻ എന്തെങ്കിലും ഉണ്ട്, നല്ല രസമാണ്. അച്ഛാ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയാൻ വന്നതാണ്. പൂട്ടിയിട്ടിരിക്കുക. എന്ത് എവിടെയാ ചെയ്യേ? ഇതാണ് മാർത്തോമ പള്ളി.
ഇതാണ് ഗൈസ് മർത്തോമ പള്ളി. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പഴകിയ സ്ഥലത്തൊക്കെ ആൾക്കാർ വരുമെന്ന്. വരും, എന്തായാലും വരും. വരാണ്ട് എവിടെ പോകാൻ. പക്ഷെ ഈ ഞായറാഴ്ച ഇവർക്ക് കുർബാന ഇല്ലാഞ്ഞിട്ടാണോ അതോ ടൈം ആകുന്നേ ഉള്ളൂ കുർബാനേൻ്റെ? ഇതെന്നെയാ ചോറ് വരുമോ? ഇതെന്നെയാ മാളു ബാത്റൂം? അതാ ആന്റി കേൾക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞോളുക. പേടിപ്പിക്കുക. അവള് പാമ്പിന്റെ കാര്യം പറഞ്ഞു പേടിപ്പിക്കാണ്. ഇത് പാമ്പാണോ ഗൈസ്? നമുക്ക് ഇതിലേ ഇറങ്ങി പോകാമായിരുന്നു. ഇനിയും കൈതച്ചക്ക എടുക്കാൻ വേണ്ടി വീണ്ടും പോകേണ്ടി വരില്ലേ? ഓടിക്കോ എടി. ജൂലി ജൂലി ചൂ എന്തി ഇവിടെ ജൂലി കിട്ടാൻ കൊതുകെ കടിക്കല്ലേ ഇവിടെ. ജൂലി ജൂലി എവിടെ? നമ്മുടെ മാളും ഇവിടെ കാണുന്നില്ല ഗൈസ്. എടി കൊതുക് പൊതിയുന്നടി കൈ മുഴുവൻ. അമ്മേ രമണിയൊന്നും കേക്കണ്ട. ബാ ജൂലി ബാ. അല്ല കറക്റ്റായിട്ട് ഫോട്ടോ കിട്ടുന്നുണ്ട്. ആ എടുത്തു. ഒച്ച കേൾക്കുന്നുണ്ട്. നീ അറിയാഞ്ഞിട്ടാ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആ ഇനി അടുത്തേത് പോസാ? ജൂലിനെ കൂട്ടുപിടിച്ചു. ആ അടുത്തത് ഏതാ? ഓ അത് കാണണോ? ആ നീ അടുത്തേതാ? ഇല്ലടി എടുക്കുന്നുണ്ട്. നീ എടുത്തോ. ആ അടുത്തത്. ആ എടുത്തു. ഇനി ആ ചുമരിനെ കെട്ടിപ്പിടിച്ചേക്ക്. ചുമരിനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാം. ഓഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് സ്റ്റോറി വെക്കാൻ നിൽക്കുന്ന എരപ്പേനൊക്കെ എന്നാ ചെയ്യുന്നു? നോക്ക് കൊതുകന്റെ ഫോണിന് ചുറ്റുമാ നടക്കുന്നത്. അപ്പൊ താഴെ വീഴുമ്പോ ഞാൻ ഈ കൊഴിഞ്ഞിടയ്ക്ക് ഒട്ടിച്ച ഇതാ. ഒക്കെ ഉണ്ട്. അവള് കാക്കാക്കി പഠിക്കുകയാണ് ഗൈസ്. എന്നത് കേട്ടോന്ന് എൻ്റെ പൊന്നേ ഈ കൊതുക്. ആ പ്രേതം. മാള് പേടിച്ചോടുന്നു ഗൈസ്. അകറ് ഞാൻ എടുക്കാം. വേണ്ട വീഴും. പേരക്കില്ല, മരം ഉണ്ട് അവിടെ. പേരമരത്തെ നോക്കി തല മാന്തിക്കൊണ്ടിരിക്കുന്ന കുരങ്ങനൊക്കെയാണെങ്കിൽ ഇതാ ഗൈസ്.
എന്നാ കൊതുകാടി ഇവിടെ. നിങ്ങൾ വളർത്തുന്നതാണോ? ഇവിടെ റബ്ബർ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കൊതുക്. ആൻറ്റി നമ്മളവിടെ പൊങ്കാല ഇടുന്നുണ്ടാവും. മാളു എടുത്ത തേങ്ങ എടുത്താണ് ഗൈസ്. എടി നിനക്ക് തോന്നുന്നാടി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാളു മതിയോ? ഗായ്സ് ഞങ്ങൾ തേങ്ങ എടുത്തിട്ടില്ല, തേങ്ങ ഇവിടെ തന്നെ തിരിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. കാണാവോ? പള്ളിൻ്റെ ഉൾവശം കാണുന്നുണ്ടോ? ഹലോ ഗായ്സ്, നമ്മുടെ മാളു പള്ളിൻ്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. ഓ കൊതുക് എന്നാ കടിയോ മാളു കടിക്കുന്നേ. പാപ്പൻ്റെ ആദ്യത്തെ പാട്ടത്തിൽ എന്നതായിരുന്നു? കശുവണ്ടി. പാപ്പൻ ആദ്യം, പാപ്പനല്ല അച്ചാച്ചൻ, എനിക്ക് അച്ചാച്ചൻ ഗായ്സ്. ഈ പള്ളീൻ്റെ ഉൾവശം കുറച്ചൊക്കെ കാണാമായിരിക്കും. ഇതെങ്ങനെ ഷോ? ആ ഇവിടെ എന്തോ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണോ അതോ പള്ളിയാണോ? ഇത് പള്ളി തന്നെയാണോ മാളു അതോ ഭക്ഷണം കഴിക്കുന്ന ഏരിയയോ? കാണുന്നില്ല, ഭക്ഷണം കഴിക്കുന്ന ഇതാണ് മാളു. കൊതുക്, 2 കൊതുക്. പതി അടിക്കണം. അയ്യോ അല്ല, നമ്മളെ ആ പൈനാപ്പിൾ നേരത്തെ അവിടെ വെക്കുമായിരുന്നു. നമുക്ക് അതിലൂടെ ഇറങ്ങി സ്കൂളിൻ്റെ അതിലൂടെ പോയാൽ മതിയായിരുന്നു. നമുക്ക് പഴയ സ്കൂളിൻ്റെ അടുത്ത് പോയാലോ? തല ഇറങ്ങി വീണൂന്ന്. അത് കുഴപ്പമില്ല, എന്തായാലും അവർ വിളിക്കും. ആ എൻ്റെ വീട് ഇന്ന് കൊഴുപ്പിക്കും. ഞങ്ങളെ കൈതച്ചക്ക പറിക്കാൻ എന്ന് വെച്ചാൽ പൈനാപ്പിൾ പറിക്കാൻ പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ എത്തി പള്ളി എത്തി, സിമിത്തേരി എത്തി. ഇനി അടുത്ത നമ്മുടെ പഴയ സ്കൂള് 1 മുതൽ 5, 1 മുതലല്ലായിരുന്നു അടി, 1 മുതൽ 5 വരെ. നീ പഠിച്ചിട്ടുണ്ടോ അവിടെ? 2ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ ടീച്ചറൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി അവളെ. മേലാൽ ഇവിടെ കയറിപ്പോയേക്കരുതെന്ന് പറഞ്ഞു അല്ലേ മാളു? ഇവനോ കിച്ചുവോ? ഇല്ല, മോന് താഴെയാ. പക്ഷെ ഇതായിരുന്നു അല്ലേ സുഖം. ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുമ്പോ ഓടി വന്നാ മതിയായിരുന്നു. അറിയില്ല, ഇവിടുന്ന് നോക്കുമ്പോ അക്കരെ കാണാട്ടോ. എങ്ങനെ ലൈവ് പോവാന്നാല് എല്ലാവരും റേഞ്ച് കട്ടാകുമ്പോ ലൈവ് പോവും, കിട്ടില്ല. നോക്കിയാലോ, ശ്രമിച്ചാലോ? നോക്കട്ടെ. ഇല്ല, ലൈവ് കിട്ടൂല. കാരണം നമ്മുടെ ഈ പട്ടിക്കാട്ടിൽ ഒന്നാമത്തെ റേഞ്ച്. എന്താ പട്ടിക്കാട്ടിൽ ഒന്നാമത്തെ റേഞ്ചില്ല. കുറച്ച് പേടിച്ചിരിക്കുന്നു ഗൈസ്. അതുകൊണ്ടൊന്ന് തട്ടിക്ക്. ഗ്ലൗസ് ആടി എടി, പട്ടി കുറേ ഉണ്ടല്ലോ മാളു. നമ്മുടെ ഈ പട്ടിക്കാട്ടിൽ ഒന്നാമത്തെ റേഞ്ചില്ല. പിന്നെ എങ്ങനെ ലൈവ് പോകാൻ? അല്ലേ ഞാൻ പണ്ടേ പോയേനെ. ഇപ്പം കൈ കണ്ട് ഗ്ലൗസ് ആടി. ആരോ ഇവിടെ പുല്ലെന്തോ പറിക്കാൻ വന്നപ്പോട്ട് വെച്ച ഒരുത്തിൻ്റെ ഒരു പേടിയോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പറയുന്നത് എനിക്ക് പേടിയില്ലേന്ന്. അവളെ കാണാൻ പേടിച്ചിട്ടാ ഞാനുള്ളത്. സത്യം പറഞ്ഞാൽ മാള് ജൂലി ഉള്ളത് കൊണ്ടോ പാണം വിട്ടോട്ട് പോകുന്നത്. എടി നീ സ്കൂള് മുന്നിലല്ലേ? അയ്യോ സുന്ദരിയാ സുന്ദരി. അവളുടെ കൂട്ടുകാരിൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ ഒരുക്കമാണ്. മിക്കവാറും ചെല്ലുമ്പോൾ തെറി കേൾക്കും. ഞാൻ പറയും മാളു എന്നെ കൂട്ടിക്കൊണ്ട് പോയെന്ന്. എന്നത് അല്ല, നീ ഇങ്ങോട്ട് നോക്കി പറ. എന്തിനാ പോയത്?
ജസ്നാന്റെയാ? അയ്യോ, ഇതിലേ വഴിയില്ലേ? മുന്നിൽ കൂടെ കയറണോ? അടി കൂടെ അത് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ സ്കൂളിൽ കയറും? ഇതിലേ കയറാൻ പറ്റുമോ നോക്കാം. ഇത് കമ്പി വെച്ച് ഇതുങ്ങൾ മറച്ച് ഇത് എന്നാ ഏരപ്പ പരിപാടിയാണ് കാണിച്ചത്. ഇതെങ്ങനെ കയറും, എങ്ങനെ പോവും? ഇതിലേം കണ്ടൊരു സ്കൂളിലേക്ക് കയറാനുള്ള വഴിയില്ലായിരുന്നു. ഇതാണ് ഗായ സ്കൂള്. പക്ഷേ എങ്കിൽ അവർ ഞങ്ങൾ കയറുന്നതുകൊണ്ടാണ്, നമ്മളെല്ലാവരും കയറുന്നത് കൊണ്ട് തന്നെ അവർ പൂട്ടിട്ടിരിക്കുകയാണ്. ഇതാണ് അവളുടെ കൂട്ടുകാരീൻ്റെ വീട് കേട്ടോ. അവളുടെ കൂട്ടുകാരീനെ വിളിക്കുകയാണ്. അവളെ ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി, നിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ. കൊതുകടിയും കൊണ്ട് ഞങ്ങൾ പൈനാപ്പിൾ ഇറക്കിയാ മണ്ട കയറി നടന്ന് വീഡിയോ എടുത്ത ഇവിടെ മെലക്കി. അതറിയില്ല, നടക്കാം. നമുക്ക് എന്തേലും വഴിയുണ്ടോ നോക്കാം കയറാൻ. ശേ, വന്നത് പെട്ടുപോയോ? എനിക്ക് പോകാൻ കയറാൻ പറ്റില്ല. നിനക്ക് ഈ തടി ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ഉള്ളിൽ കൂടെ കയറാം. ഞാനെങ്ങനെ കയറും? ഞങ്ങളുടെ ജോലി നിന്നെ യൂട്യൂബിൽ കാണും. ഇങ്ങോട്ട് വാ. അവളെ കാണുന്ന പോലും ഇല്ല, ഒരു കൈ മാത്രമേ കാണുന്നുള്ളൂ. യോഗ എടുക്കയോ? എന്നത് എല്ലാ വീട്ടിലാ. പോവാ, പോട്ടെ, നാളെ കാണാം. യൂട്യൂബിലെന്ന് പറ. യൂട്യൂബിൽ കാണാം. ഇതെന്തിനാണോ ഇങ്ങനെ ചിരിക്കുന്നത്? എനിക്കിന്ന് തെറി കേൾക്കാനായിരിക്കും. കേക്കണ്ട. ആ, നിന്റെ വിചാരം ഞാൻ ഈ വീഡിയോയിലെ ശബ്ദം മുഴുവൻ കളഞ്ഞ് ഞാനൊരു വോയിസ് കൊടുക്കുന്നാണെങ്കിൽ വെറുതെയാണ് മോളെ. ഞാനിത് തന്നെ ഇട്ടു.